ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കിടിലൻ രുചിയിലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? ആദ്യം ഒരു പാൻ വെച്ചു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒരു 3 സവാള അരിഞ്ഞതും കൂടി വറുത്ത് കോരാം. ഞാൻ കുറച്ചധികം സവാള വറുത്ത് കോരുന്നത് കറിക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഇനി ഈ ബാക്കി വന്ന എണ്ണ നമുക്ക് കറിക്ക് ഉപയോഗിക്കാം. പാത്രം വെച്ചു, എണ്ണ ഒഴിച്ചു, അതിലേക്ക് പട്ട, ഏലക്ക, ബേലീസും കൂടി ഇട്ട് ഒരു 3 സവാള അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1.25 കിലോ ചിക്കനും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും 2 തക്കാളി അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുത്ത് നടച്ചു വെച്ച് തിളച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന സവാളയുടെ പകുതിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്ത സവാള ഇടുമ്പോഴാണ് കറിക്ക് കൂടുതൽ രുചി. ഇനി നല്ലതുപോലെ ഇളക്കി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് വീണ്ടും ചെറിയ തീയിലിട്ടൊന്ന് അടച്ചു വെച്ച് വറ്റിച്ചെടുക്കാം. ഇനി ചോറിന് വേണ്ടിയിട്ടൊരു പാത്രം വയ്ക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകവും, ഏലക്ക, പട്ട, ഒരു ബേ ലീവ്സും, ഒരു ജാതിപത്രിയും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം 3 കപ്പ് ജീരകശാല അരി കഴുകി തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിനാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത്. ഇനി ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വറുത്തതിന് ശേഷം 6 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. 1 കപ്പിന് 2 കപ്പ് ആവശ്യത്തിനൊപ്പം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വറ്റിച്ചെടുക്കാം. ചോറിൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനിയൊന്ന് ഇളക്കി തീ ഓഫ് ചെയ്തൊരു 10 മിനിറ്റ് വീണ്ടും നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഈ സമയം ചിക്കൻ കറി ഒന്ന് ചൂടാക്കി അതിലേക്ക് അരമുറി നാരങ്ങ നീരും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് ചോറിട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാലയും നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് ഒരു 10 മിനിറ്റ് ദം ചെയ്ത് വയ്ക്കാം ചെറിയ തീയിൽ. ഇനി ഒന്ന് തുറന്ന് നോക്കാം. എൻ്റെ അമ്മേ, എന്താ മണം! ഈ ഒരു രീതിയിൽ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ബൈ.